ഞാൻ മിണ്ടാതെ വന്നതേ, നിങ്ങൾ കണ്ടല്ലോ ബേബി ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോളൂ. അപ്പോൾ വെൽക്കം ചേട്ടൻ. ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു ബേബിയുടെ പല്ല് കൊഴുക്കട്ടെ ഫംഗ്ഷനാണ്. പല്ല് കൊഴുക്കട്ടെ ഫംഗ്ഷൻ എന്ന് തമിഴ്നാട്ടിൽ പറയും. നമ്മുടെ കേരള മലബാർ സ്റ്റൈലിലൊക്കെ പറയുന്നത് പല്ലട ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബീസിന് ആദ്യമായിട്ട് പല്ല് വന്നു കഴിയുമ്പോഴത്തേക്കും അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് ഈ പല്ലട അല്ലെങ്കിൽ പല്ല് കൊഴുക്കട്ടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കുട്ടികൾ ചെയ്യുന്ന ഓരോരോ ചെറിയ കാര്യങ്ങളും ഓരോ മൈൽ സ്റ്റോണും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ആരും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കുറവുകൾ കാണും. ഈ ലാസ്റ്റ് മിനിറ്റ് വിളിക്കുമ്പോൾ എത്ര പേര് വരും എന്നറിയത്തില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഫംഗ്ഷൻ നല്ല രീതിയിൽ പോകും എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് റെഡി ആവണം. ബേബി എഴുന്നേൽപ്പിക്കണം, ഞാൻ റെഡി ആവണം, ബേബി റെഡി ആവണം. ഇനി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു റെഡ് തീമാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേര് റെഡൊക്കെ ഇട്ട് വരുന്നുള്ള അറിയത്തില്ല. നമ്മുടെ ഹാൾ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏക ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബേബി ഇങ്ങനെ എഴഞ്ഞു പോകാറൊന്നും ആയിട്ടില്ല. മുട്ടിൽ കയറി നിൽക്കും, പക്ഷെ അങ്ങനെ ക്രോളിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഓരോരോ ചടങ്ങുകളിൽ ബേബി എങ്ങനെ സഹകരിക്കുന്നുള്ള എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും വളരെ ബ്രീഫായിട്ട് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ എല്ലാ പ്രാവശ്യം എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഓരോരോ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്, പരിചയപ്പെടുത്തി തരാറുണ്ട്. എൻ്റെ റൊട്ടീൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് റെഡി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. അപ്പം പണ്ട് മുതലേ എന്തൊരു നല്ല ഫംഗ്ഷൻ വന്നാലും എല്ലാവരും പറയും എണ്ണ വെച്ച് കുളിക്കണം എന്ന് പറയും. നല്ല ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോൾ നോർമലി എൻ്റെ വീട്ടിൽ പറയുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എൻ്റെ അവിടെയൊക്കെ ഒരു ഇപ്പോൾ ദീപാവലി അല്ലെങ്കിൽ ഓണം അങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നാലും അന്ന് നമ്മൾ രാവിലെ എണ്ണ വെച്ച് കുളിക്കും. അപ്പോൾ പണ്ടൊക്കെ ഈ തലമുടിയിൽ നമ്മൾ അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ എണ്ണ തേക്കുമ്പോഴത്തേക്കും പറയുന്നത് എപ്പോഴും ചൂടാക്കിയിട്ട് തേക്കണം എന്ന് പറയും. കാരണം അതെന്താണ് അതിൻ്റെ സയൻസ് പറഞ്ഞാൽ ഹോട്ട് ഓയിൽ വരുമ്പോഴത്തേക്കും കൂടുതൽ ബ്ലഡ് ഫ്ലോ വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൂടും എന്ന് പറയാം അല്ലേ. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ചെയ്തു തരാൻ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കി കറക്റ്റായിട്ട് ആ ചൂട് ഇതൊക്കെ മനസ്സിലാവുന്ന ആൾക്കാരാണ് പണ്ടുണ്ടായിരുന്നത്. ജനറേഷൻ മാറുന്തോറും നമുക്കൊക്കെ ഈ കാര്യങ്ങൾ എത്ര കൃത്യമായിട്ടും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള അറിയത്തില്ലല്ലോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അമ്മമാരായിരിക്കും നമുക്ക് ഓരോ ഓയിൽ വന്നിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നല്ല ഹെയറിനും സ്കാൽപ്പിനും ഒക്കെ നല്ല ഗുണകരമായ രീതിയിലുള്ള എണ്ണ നമുക്ക് ചൂടാക്കി കറക്റ്റ് ചൂടിൽ കൊണ്ടുവന്ന് നമുക്ക് അത് അപ്ലൈ ചെയ്ത് തന്ന് നമ്മുടെ ഹെയർ കെയർ ചെയ്ത് തരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം വലിയ വലിയ ഫാമിലീസ് ഒക്കെ മാറി കുഞ്ഞു കുഞ്ഞു ന്യൂക്ലിയർ ഫാമിലീസ് ആയിക്കൊണ്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ രീതിയിൽ നമുക്ക് പഴയതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസ് തപ്പിക്കൊണ്ടുപോയി നമുക്ക് ഓൺ ഹെയർ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം എല്ലാവർക്കും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ ഇപ്പോഴങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അധികം ആൾക്കാർക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്ന ടൈം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിൽ ഏതാണ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും അല്ലേ. ആ ഗുണങ്ങളെല്ലാം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ട്രൂ ഹെയർ ഓയിലിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ പോകുന്നത്. പണ്ടുള്ള നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് നോക്കിയും കണ്ടും ചെയ്തു തരുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്തു തരുന്ന ഒരു കാര്യം നമുക്ക് ഒരു ബോട്ടിലിൽ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ട്രൂ ഹെയറിൻ്റെ ഹെയർ ഓയിൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് പെർഫെക്റ്റ് നമുക്ക് ഗുണം കിട്ടുന്ന ആ ഒരു ചൂടിലേക്ക് മാത്രമേ ഇത് ഹീറ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓയിൽ ഓവർ ഹീറ്റ് ആയി പോയാൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് രീതിയിൽ ചൂടായെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം അത് ഓവർ ഹീറ്റായി അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് 60 ഡിഗ്രി എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ഓഫ് ആവും. അപ്പോൾ ആവശ്യത്തിന് ചൂട് മാത്രമേ നമുക്ക് ആ എണ്ണയിലേക്ക് ഇത് കിട്ടത്തുള്ളൂ. ഇത് കറക്റ്റ് 60 ഡിഗ്രി മതി നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട്. ആ എഫക്റ്റ് ഇത് നമുക്ക് തരുന്നതായിരിക്കും. ചൂടാക്കി അതായത് ഒരു 4 to 5 minutes നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. നമുക്ക് കറക്റ്റ് ആപ്ലിക്കേഷന് പറ്റിയ പരുവത്തിൽ നമുക്ക് ഈ ഓയിൽ കിട്ടുകയും ചെയ്യും. ഈ ഒരു ഓയിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിന് നല്ല ബ്ലഡ് ഫ്ലോ കിട്ടും. ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, സ്കാൽപ്പ് റിലേറ്റഡ് എല്ലാ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് എല്ലാ പ്രോബ്ലംസിനും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ വേണമെങ്കിൽ പറയാം ട്രൂ ഹെയർ. ഇത് ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നതാണ് ഇത്. അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ പറയുന്നതാണ്. ഇത് തന്നെ സെക്കൻഡ് ടൈമാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇത് അപ്ലൈ ചെയ്ത ശേഷം ഞാനിത് വാഷ് ഓഫ് ചെയ്ത് കളയുന്നത് നമ്മുടെ ട്രൂ ഹെയറിൻ്റെ ഓണിയൻ ഷാംപൂ യൂസ് ചെയ്തിട്ടാണ് ഇത് വാഷ് ഓഫ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓണിയൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഒരു പറത്ത മണമായിരിക്കും വിചാരിക്കും. പക്ഷെ ഇതിൻ്റെ ഫ്രേഗ്രൻസ് ഭയങ്കര നല്ലതാണ്. ഓയിലിൻ്റെതായ ഒരു മണമാണ്,
പക്ഷെ ഇതിന്റെ ഫ്രേഗ്രൻസ് നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ നമുക്ക് ഓണിയനെ കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു വൃത്തിയേട്ട മണമായിരിക്കോ എന്നുള്ള കാര്യം നമുക്ക് ടെൻഷൻ വേണ്ട. അപ്പൊ ഇത് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ വളരെ നല്ല പ്ലീസിങ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. സ്കാൽപ്പ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ പോവുകയും ചെയ്യും. അതിന്റെ കൂട്ടത്തില് ട്രൂ ഹെയറിന് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നാച്ചുറൽ സപ്ലിമെന്റ് ആണ്. ട്രൂ ഹെയറിന്റെ സപ്ലിമെന്റ് ആണ് ഇത്. 2 സ്പൂൺ വെച്ചിട്ട് നമ്മൾ 2 നേരമായിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ സപ്ലിമെന്റ്സ് വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനൊരു നല്ല മണമാണ് കേട്ടോ. ഒരു ചോക്ലേറ്റിന്റെയോ നമുക്ക് ബോൺവിറ്റയുടെ ഒക്കെ ഒരു മണമാണ്. അതുകൊണ്ട് ചിലപ്പോൾ സപ്ലിമെന്റ്സ് പറയുമ്പോഴത്തേക്കും നമുക്ക് മണക്കുമ്പോൾ തന്നെ മതിയാവും, കഴിക്കാൻ തോന്നത്തില്ല. പക്ഷെ ഇത് നല്ല ഒരു ഈ പറഞ്ഞ ചോക്ലേറ്റിന്റെ ഒരു ഫ്രേഗ്രൻസ് വരുന്നതുകൊണ്ട് നല്ല സംഭവമാണ്. അപ്പൊ ഇതിനകത്ത് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു നാച്ചുറൽ സപ്ലിമെന്റ് ആണ് ട്രൂ ഹെയറിന്റെ ഇത് കേട്ടോ. പൊടിയാണ്. ട്രൂ ഹെയർ ഓയിലിൻ്റെ അകത്ത് 13 തരം നാച്ചുറൽ ഹെർബ്സ് ഉണ്ട്. ലൈക്ക് ആംല, ഭൃംഗരാജ്, ഹിബിസ്കസ്. എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓയിൽ 100% നാച്ചുറൽ ആണ്. ഒരു ഹാംഫുൾ കെമിക്കൽസ് തന്നെ ഇതിൻ്റെ അകത്തില്ല. ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം 1 to 2 hours അങ്ങനെ ലീവ് ചെയ്ത് വെച്ച ശേഷം ഓണിയൻ ഷാംപൂ യൂസ് ചെയ്തിട്ട് തന്നെ ഇത് വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെയറിന് നല്ല സോഫ്റ്റ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓരോരുത്തരുടെ ഹെയറും സ്കാൽപ്പും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പോൾ ഒരാൾ യൂസ് ചെയ്യുന്ന ഓയിൽ അത് ചിലപ്പം നമുക്ക് അത് ഓക്കെ ആയിരിക്കുമോ, എന്റെ നീഡ് അതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ട്രൂ ഹെയറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ട്രൂ ഹെയറിന്റെ 3 factor അനാലിസിസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഈ ആയുർവേദ ഡോക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഫോറമാണ് കേട്ടോ. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. അത് ബേസ് ചെയ്ത് നിങ്ങൾ ആൻസേഴ്സ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഹെയർ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അത് ബേസ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് കൊടുക്കുക. ആ ആൻസേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ നിങ്ങൾക്ക് 4 പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യും. ആ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുക. അതായത് പേഴ്സണലൈസ് വാങ്ങിക്കുന്ന പോലെയാണ്. അപ്പൊ ആ 4 പ്രോഡക്ട്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഓയിൽ. ആ ഓയിലിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഹീറ്ററും കൂടെ കിട്ടും. അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള പെർഫെക്റ്റ് ആയിട്ട് ഓയിൽ ഹീറ്റ് ചെയ്ത് തരുന്ന ഒരു ഹീറ്ററും കൂടെ നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊരു ഓണിയൻ ഷാംപൂ ഉണ്ടാവും, പേഴ്സണലൈസ് ആയിട്ടുള്ള ഒരു ഹെയർ സിറം, അതിനൊപ്പം സപ്ലിമെന്റ്സ്. ഇപ്പൊ ഇത്രയും പ്രോഡക്ട്സ് നിങ്ങൾ ആൻസർ ചെയ്തതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇതൊരു വളരെ നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിങ്ങനെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ നീഡ് മനസ്സിലാക്കിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് നിങ്ങൾക്ക് അത് വർക്ക് ആവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. മറക്കണ്ട, 15% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ പ്രോഡക്റ്റിന്. അത് മാത്രമല്ല, നിങ്ങൾ ഓരോ പർച്ചേസ് നടത്തുമ്പോഴും അതിൻ്റെ അകത്തുനിന്ന് 5% റൂറൽ ഏരിയയിലുള്ള ചിൽഡ്രന്റെ എഡ്യൂക്കേഷൻ വെൽഫെയറിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗുഡ് കോസ്റ്റിന് ഒരു കാരണം കൂടി ആവാൻ പറ്റും. മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ട്രൂ ഹെയറിന്റെ പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞല്ലോ, യൂസ് ചെയ്തിട്ട് ബെനിഫിറ്റ് കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ഫാമിലിയായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം പോയി റെഡി ആയിട്ട് വന്നിട്ട് നമ്മുടെ ഫംഗ്ഷനിലോട്ട് നമുക്ക് കിടക്കാം. കാണണ്ടേ? അപ്പൊ നമ്മളെല്ലാരും റെഡി ആയി കഴിഞ്ഞു. ഞാൻ റെഡി ആയിട്ടുണ്ട്, ചേട്ടൻ റെഡിയായി, കൊച്ചു ബേബി റെഡിയായി, വീട്ടിലെല്ലാം റെഡിയായി. ഞങ്ങളുടെ ആൾക്കാരെല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുൾ ടീം പവർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറിമണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചു ബേബി, ഹലോ ഹലോ കൊച്ചു. എന്തിനാണ് ചിടുങ്ങുന്നത് രാവിലെ ഈ കൊച്ചു? മാല വേണോ? കണ്ണി കുത്തി എന്റെ മേക്കപ്പും കളഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ചടങ്ങ് നടക്കുമ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ ഈ ഇന്നത്തെ ദിവസം ചേട്ടൻ്റെ ആ ഒരു ഓരോ ചടങ്ങുകൾ ചെയ്ത് ഞാൻ ബിഗ് ഡാഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇന്ന് കൊച്ചു ബേബി ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ടോ? കൊച്ചു ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ടു. അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല, എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഞാനാണ് ഒരുക്കിയത്, അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് പൊതുവെ ഇങ്ങനെ മുടിയൊക്കെ വളരണതിന് മുമ്പ് ഇങ്ങനെ പട്ടുപാവാടൊക്കെ ഇടുന്ന അത്ര വലിയ ഇഷ്ടമില്ല. കുറച്ച് മുടിയൊക്കെ വന്നിട്ട് വയ്ക്കുന്നതിന് ഇഷ്ടം. അപ്പൊ എന്തായാലും ഇതെല്ലാം ഒറ്റ ദിവസത്തെ അറേഞ്ച്മെന്റ് ആണ്, ഈ ഫുൾ ഫംഗ്ഷൻ എല്ലാം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വിളിച്ചിട്ടും നമ്മൾ ആൾക്കാരെല്ലാവരും ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാരണം അവരുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ അടിപൊളി ആവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി ഗ്ലിംസസ് കണ്ടാലോ? ഞാൻ ജസ്റ്റ് ഇവിടെ വന്നവരെ എല്ലാം പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മളെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ലൈക്ക് ഫാമിലി. നമ്മുടെ എല്ലാ ഫംഗ്ഷനും ഇവരൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു റിങ് വരുന്നത്. ഇതിപ്പം നമ്മൾ ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മാറ്റി പറയാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരാണ്. അപ്പം ഞാൻ റൈറ്റ് എൻഡിൽ നിന്ന് തുടങ്ങാം. എൻ്റെ സ്വന്തം അനിയത്തി കൃഷ്ണ. എന്തൊക്കെയാണ് പറയാനുള്ളത് കൃഷ്ണ? പറയും. എന്തൊക്കെയോ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഞാനൊന്നും പറയില്ല. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ മിണ്ടില്ല. മിണ്ടണ്ട.
പിന്നെ ഭയങ്കരമായിട്ട് മിണ്ടുന്ന ഒരു പയ്യനുണ്ട് ഇവിടെ. എന്ത് കാര്യം പറഞ്ഞാൽ അപ്പം മിണ്ടും. എന്തിനാ? അച്യുത് നാരായണൻ. പറ, നീ പണ്ടത്തെ യോഗ ക്ലാസ് എടുത്തോണ്ടിരുന്ന കഥയൊക്കെ പറ. കണ്ണനാണ്, അല്ല നമ്മൾ കണ്ണൻ എന്നാണ് വിളിക്കാറ് പുള്ളിയെ. അപ്പം കണ്ണനാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ മുമ്പ് യോഗയൊക്കെ എടുത്തോണ്ടിരുന്നത്. അതിഭയങ്കരമായ യോഗ ക്ലാസ് ആയിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോ യോഗ ടീച്ചറിനെ കാണാനില്ല. പറ. അത് പറയണ്ട. ഇനി എനിക്കൊന്നും പറയില്ല. ഇത് ശരത്. ഇവിടെ വരാനും കുടുംബത്തിന്റെ ഒരു സന്തോഷത്തിൽ ഭാഗമാകാൻ സാധിച്ചാൽ വളരെ സന്തോഷം. വേറെ ആവാനും വളരെ സന്തോഷവാനാണ് അവൻ. സന്തോഷമായിട്ട് നീ സന്തോഷം കളയര്. ഇത് മിസ്റ്റർ അരവിന്ദ് സനൽകുമാർ, ഒഫീഷ്യൽ ഡെന്റിസ്റ്റ്, ഫാമിലി ഡെന്റിസ്റ്റ് ആണ്. പക്ഷെ പല്ലിന്റെ കാര്യത്തിലൊന്നുമല്ല, ഇവിടുത്തെ എല്ലാ കാര്യത്തിലും പല്ല് മാത്രമാണ് ഏറ്റവും കുറച്ച് നോക്കാറുള്ളത് ഇവിടുത്തെ. ഇന്നത്തെ സംഭവമേ മെയിൻലി നിന്നെ ബേസ് ചെയ്താണ്. എന്തോന്ന്, ഫസ്റ്റ് പല്ല് വന്നതിന്റെ ചടങ്ങാണ്. അപ്പൊ നീയാണ് ഇവിടുത്തെ ഇന്നത്തെ മെയിൻ ആള്, നമ്മുടെ ഫാമിലി ഡെന്റിസ്റ്റ്. പിന്നെ ഇവിടെ നമ്മുടെ പല്ലിന്റെ 2 ചടങ്ങാണ്. ഇനി സുദർശനയുടെ ബാക്കി ഫുൾ പല്ലിന്റെ പരിപാടി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കൊന്നും പറയാനില്ല. ഇവനെ കാണിക്കരുത്. ഇത് മഹേഷ്, എന്റെ ബാല്യകാല സുഹൃത്ത്, വഴികാട്ടി. മിടുക്കനാ പറയണ. ആ മിടുക്ക് വരണ്ട. അതെ പറ, മിടുക്ക് പറയടാ. നീ ഇനി പറഞ്ഞിട്ട് പോയാ മതി. പറയടാ എന്തോന്ന് പറയണം. അതെ എളിമ, അതാണ്. പിന്നെ ഇനി ഇവിടത്തെ ഒരു കൊച്ചുപേനെ കാണിച്ചാലോ. പറ അസത്ത് മുതൽ ഇവിടെ കൊച്ചിന്റെ മാമൻ അശോക് റാം. പറയണ അശോക് റാം, എന്താണ് എന്റെ കൊച്ചിനെ പറ്റി പറയാനുള്ളത്? കൊച്ചിനെ പറ്റി എന്തോ പറയണം, എല്ലാം നമ്മുടെ സ്വന്തം കൊച്ചു ബേബി. പ്രത്യേകിച്ചൊന്നും ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും അവൻ കഷ്ടപ്പെട്ട് കടയിൽ പോയി രാവിലെ വാങ്ങിച്ചോണ്ടെന്ന് പാവാണെന്ന്. നമ്മളത് മാസങ്ങളായിട്ട് വാങ്ങിച്ച പാവ റൂമിൽ നിന്ന് എടുത്തോണ്ട് കൈ കൊണ്ട് നടക്കണം. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. മനസ്സിലായല്ലോ മാമന്റെ കൊച്ചിനെ കൊടുക്കാനല്ല, അതിനൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ഇത് അകത്ത് കൊണ്ടുവരണം, ഇത് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത്. മിസ്റ്റർ ചേട്ടൻ പറയൂ. പറഞ്ഞിട്ട് എല്ലാരും പരിചയപ്പെടുത്തും. ഇവിടെ ഇത്രയും പേരുണ്ട്. എന്നെ കൊച്ചൻ, ഇത് നമ്മളെ അശോകേട്ടൻ. എല്ലാരും പരിചയപ്പെടും. നീ മാത്രം ഉണ്ടായിരുന്നു. 12 വാടി പെണ്ട ഇങ്ങോട്ട് വാടി നീ. അയ്യോ, ഇതെന്ന് പറഞ്ഞോണ്ടല്ലോ സൗഭാഗ്യയുടെ 12 വർഷത്തെ പരിചയമാണോ ഗ്യാപ്പാണോ? അല്ല, ഫ്രണ്ട്സ് ആണ്. 12 വർഷമായിട്ടുള്ള ഫ്രണ്ടാണ്. അതായത് പ്രീ KG തൊട്ട് +2 വരെ. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. എന്ന് സൗഭാഗ്യം കണ്ടിട്ട് ഒരു പിരിയാറുള്ളൂ. ചുമ്മാ പറ്റിക്ക. ജാമിഷ സെയ്ഫിന്റെ വൈഫാണ്. സെയ്ഫ് എന്റെ ഫ്രണ്ടായിട്ട് മാത്രം ജാമിഷ ഇവിടെ വിളിച്ചിരിക്കണേ. സെയ്ഫ് എന്താ ചെയ്യുന്നു പറയൂ. ഞാൻ ഹോട്ടലാണ്. ഹോട്ടലിന്റെ പേര് പറയൂ. സീനത്ത്, മണക്കാട്. Radhe Krishna. Hearty welcome to one and all.
ഈ ചടങ്ങിനെ കുറിച്ച് ഒരു ചെറിയ ബ്രീഫിംഗ് ഉണ്ട്. അതിനു മുൻപേ ഒരു ഫോർമൽ വെൽക്കം ആണ്. ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ സൗഭാഗ്യയും അർജുനും കൂടി എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാവരും നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ, സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും വന്നു. നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് ഒത്തിരി കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. സുദർശനയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണിത്. ആ പല്ല് വന്നത് നമ്മളിങ്ങനെ ആഘോഷിക്കാൻ പോവാണ്. ഈ ചടങ്ങിനെ കുറിച്ചൊരു ചെറിയ ബ്രീഫിംഗ് ആണ്. ഞാനും ഇപ്പോഴാണ് അത് അറിയുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫങ്ഷൻ. അതായത് സൗഭാഗ്യ ഇവിടെ വന്നിരിക്കും. സുദർശനയുടെ ഫാദർ അർജുൻ ഈ കൊഴുക്കട്ട തലയിൽ കൂടെ ഇങ്ങനെ ഇടും. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കുഞ്ഞിന് കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് ചടങ്ങ്. പല്ല് വന്നത് ആഘോഷിക്കുന്നതാണ്, മധുരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ സുദർശന ഒരെണ്ണം ചൂസ് ചെയ്യണം. ഇപ്പോൾ ആ ടോയ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര എന്താ പറയുക, ജോവിയലായിട്ട് ഫൺ ലവിങ് ചൈൽഡായിരിക്കും, ഭയങ്കര എന്താ പറയുക, ഹാപ്പി ചൈൽഡായിരിക്കും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരു പുസ്തകവും പേനയാണ്. അതാണ് എടുക്കുന്നതെങ്കിൽ വലിയ സ്കോളർ ആവും എന്നാണ് പറയുന്നത്. മൂന്നാമത് നമ്മുടെ സ്വന്തം ചിലങ്കയാണ് അവിടെ ഇരിക്കുന്നത്. അതാണ് എടുക്കുന്നതെങ്കിൽ അൺഡൗട്ടഡ്ലി സുദർശന ഒരു നല്ല ഡാൻസർ ആവും എന്നാണത് കാണിക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സുദർശനയുടെ ലൈഫ് നല്ല ഗന്ധമുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി അഡീഷൻ വരും. പൈസയാണ് വെക്കുന്നതെങ്കിൽ സുദർശന സൂപ്പർ റിച്ച് ആയിരിക്കും എന്നാണത് കാണിക്കുന്നത്. എന്തായാലും ഈ അവളുടെ ഓരോ സ്റ്റേജസിലും നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം വേണം. ഭയങ്കര ഫൺ ലവിങ് ആനിമൽ ലവർ ആയിരിക്കും എന്റെ മോള്. അതാണ് എടുക്കണേ. ഓക്കെ, അവരുടെ പാരന്റ്സിനെ പോലെ, ഗ്രാൻഡ് പാരന്റ്സിനെ പോലെ. ഓക്കെ, ഭയങ്കര ഫൺ ലവിങ്, ഭയങ്കര കമ്പാഷനേറ്റ് ആനിമൽ ലവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അത് സെക്കൻഡ് ഫങ്ഷൻ. തേർഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പുറകെ നിന്ന് കുഞ്ഞിനെ ഓരോരുത്തരിങ്ങനെ വിളിക്കും. കുഞ്ഞ് റെസ്പോണ്ട് ചെയ്താൽ സക്സസ്ഫുൾ, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പോയിന്റ്സ് കിട്ടുന്നു. ഓക്കെ, ഇതെല്ലാം സുദർശനയ്ക്ക് വേണ്ടിയിട്ട്, സുദർശനയുടെ ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അവൾക്ക് എല്ലാ ആരോഗ്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വൺസ് അഗെയിൻ താങ്ക് യു വൺ ആൻഡ് ഓൾ. രാധേ കൃഷ്ണ. സോ വി സ്റ്റാർട്ട് ദ ഫങ്ഷൻ. അമ്മൂമ്മ ചൂസ് ചെയ്യും. അരുൺചേട്ടൻ പറഞ്ഞ അരുൺചേട്ടൻ്റെ കൊച്ചിന്റെ അച്ഛൻ പറഞ്ഞു.
ഡി കൊച്ചിമ്മ, കൊച്ചി ബേബി ഈരപ്പഞ്ഞാടാ മക്കളെ കുക്കുടു. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആദ്യം തൊട്ടേ കൂടെ നോക്കിക്കൊണ്ടിരിക്കണം കുഞ്ഞാവൻ. ചേട്ടൻ പിടിച്ചോ, ഞാൻ വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കോ നോക്കട്ടെ. പിന്നെ ആ, നമ്മൾ രണ്ടുപേരെ വിളിക്കാവുള്ളു. നോക്കി 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 കൊച്ചു ചക്കരെ അമ്മ പൊന്നു കരഞ്ഞോണ്ടാണെങ്കിലും നോക്കി. ഇന്ന് അവന്റെ ഫംഗ്ഷനാണ്. കേക്കല് അക്കൗണ്ട് തുടങ്ങാനുള്ള ണ്ട്. വെരി ഫാസ്റ്റ്. ഒറ്റ വെളിയിൽ നോക്കി. ആ, ഒറ്റ ട്രയൽ കേക്കണം കേട്ടോ.
ഒരുപാട് പ്രതീക്ഷയോടെ നടത്തിയ ഒരു സെലിബ്രേഷനാണിത്. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് വലിയ പിടിയുണ്ടായിട്ടൊന്നും അല്ല ഈ ഒരു ഫംഗ്ഷൻ നടത്തിയത്. പക്ഷേ ബേബിക്ക് വേണ്ടിയിട്ട് ഓരോ മൈൽ സ്റ്റോണും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞങ്ങളെടുത്തൊരു ഡിസിഷൻ്റെ പേരിലാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് നമ്മൾ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തത്. പക്ഷേ ഈ കണ്ടിന്യൂസ് ഷൂട്ടും അതിനിടയ്ക്ക് ആകെ കിട്ടിയ ഒരു ബ്രേക്കിൻ്റെ അന്നാണ് നമ്മളിത് ഇത്രയും ഒപ്പിച്ചെടുത്തത്. അപ്പോൾ ബേബി കുറച്ചൊന്ന് മൂഡ് ഔട്ടായി. കാരണം ഞങ്ങൾ വിചാരിച്ച ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഡിലേ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്ക് വിശന്ന് തുടങ്ങി, ചൂടെടുത്തു, ബോറടിച്ചു, ആ ഡ്രസ്സ് മാറ്റണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായി തുടങ്ങി. പക്ഷെ എങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആ ഒരു ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റി. അതെ. പിന്നെ ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേബിയുടെ പല്ല് വരുന്നത്, ബേബി കമിഴ്ന്ന് വീഴുന്നത്, അതുപോലെ ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്യുന്നത്, ആ റെക്കഗ്നൈസ് ചെയ്യുന്നത്, വോയിസ് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ഓരോ മൈൽ സ്റ്റോൺ ആണ് ബേബീസിന്. അപ്പം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സ് വരെ അത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ മൈൽ സ്റ്റോൺ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് നിസ്സാരമായിട്ട് എടുക്കാം. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യുമ്പം ബേബിക്കും കൂടെ തോന്നട്ടെ അല്ലേ, അതിന്റെ ഓരോ മൊമെന്റും വളരെ സ്പെഷ്യൽ ആയിട്ട് അതിനും കൂടെ തോന്നട്ടെ. ഇപ്പോഴേ നമ്മൾ ഓരോരുത്തരും മാത്രം ചെറിഷ് ചെയ്യുന്നു എന്നുള്ളത് ബേബിക്ക് നാളെ ബേബി വലുതായി ഈ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുമ്പോൾ മനസ്സിലാക്കണം. ബേബിയുടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പേരൻസും ഗ്രാൻഡ് പേരൻസും റിലേറ്റീവ്സും വല്യച്ഛൻ സിബ്ലിങ്സ് എല്ലാവരും എന്തുമാത്രം എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളത് സുദർശനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ. പിന്നെ ഒപ്പം ഇത് കണ്ട് നിങ്ങൾ ആരെങ്കിലും, ഈ കാണുന്ന വ്യൂവേഴ്സിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് അവരുടെ ബേബീസും ചെയ്യുന്നെങ്കിലും നമ്മൾ ഒരുപാട് സന്തോഷിക്കും അല്ലേ. നിങ്ങൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഒരു സെലിബ്രേഷനാക്കി മാറ്റണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു വീഡിയോയിൽ കൂടി എനിക്ക് തരാനുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന് താങ്ക് യു സോ മച്ച്. കാരണം ഭയങ്കര ടയേർഡായിട്ട് ഹെക്ടിക് ഷെഡ്യൂളിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനൊരു സംഭവം പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നതാണ്. മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര വലിയ ഉഷാറിലല്ലെങ്കിലും പോലും നല്ല മാക്സിമം എനർജിയിൽ ഇന്നത്തെ ദിവസം കൂടെ നിന്നു. പിന്നെ നമ്മുടെ ക്യാമറ ടീമിന് പ്രത്യേകം നന്ദി. എന്താണ് ഫംഗ്ഷൻ ഒരു ക്ലൂ പോലും ഇല്ലാണ്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി പെട്ടെന്ന് ബേബി വെച്ചിട്ടല്ലേ നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് വേണം. അപ്പോൾ നമ്മുടെ ക്യാമറ തുമ്മാൻ പോലുള്ള സമയം ഇല്ല എന്നുള്ളത് സത്യം. അപ്പോൾ ക്യാമറ ടീമിന് പ്രത്യേകം നന്ദി. പിന്നെ നമ്മുടെ ബേബി ഇത്രയും നേരം എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന ബേബിയുടെ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് അനുക്കുട്ടി, ഞങ്ങൾ എല്ലാവരുടെയും ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിത്. അപ്പം ഞങ്ങളുടെ സന്തോഷം നിങ്ങളിലും കൂടെ എത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ചെറിയ ചെറിയ കാര്യങ്ങളും നിങ്ങളും സന്തോഷിക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാം. ഇനി ഇതുപോലത്തെ ഞങ്ങളുടെ ഫാമിലിയിലെ ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങളായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഗൈസ് സോ മച്ച്.